രാജ്യത്തെ ആഭ്യന്തരമായി തകർക്കാൻ ലക്ഷ്യമിട്ട് പാകിസ്ഥാന്റെ പിന്തുണയോടെ ആസൂത്രണം ചെയ്ത വൻ ഭീകര ഗൂഢാലോചന ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ഓരോന്നായി തകർത്തെറിയുന്നു. ഗുജറാത്തിലും മധ്യപ്രദേശിലുമായി നടന്ന വ്യാപക റെയ്ഡുകൾക്കൊടുവിൽ നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള ജയ്ഷെ മുഹമ്മദിലെ 8 സ്ലീപ്പർ സെല്ലുകൾ കൂടി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന ഈ പാക് അനുകൂല ശൃംഖലയ്ക്കാണ് ഗുജറാത്ത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ മിന്നൽ നീക്കത്തിലൂടെ കനത്ത പ്രഹരമേറ്റിരിക്കുന്നത്. വളരെ തന്ത്രപരമായി ആസൂത്രണം ചെയ്ത ഒരു വലിയ ഓപ്പറേഷനിലൂടെ ഗുജറാത്തിലെ ബനസ്കന്ദ, പഠാൻ, നവസാരി എന്നീ ജില്ലകളിൽ നിന്നും മധ്യപ്രദേശിലെ ദേവാസിൽ നിന്നും ആയിട്ടാണ് ATS ഈ ഭീകരരെ വലയിലാക്കിയത്. 18 മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള ഈ 8 പേരും ജയ്ഷെ മുഹമ്മദിന്റെ സജീവ പ്രവർത്തകരാണ്. ബനസ്കന്ദയിലെ പാലൻപൂർ സ്വദേശികളായിട്ടുള്ള അബു ഉബൈദ എന്ന അഹമ്മദ് അബ്ദുള്ള ഗാജിവാല, അബു ഹംസ എന്ന ഇബ്രാഹിം മുഹമ്മദ്, അബു ആയ എന്ന മുദസ്സിർ അബ്ദുൾ ഗാജിവാല എന്നിവരും മധ്യപ്രദേശിലെ ദേവാസിൽ നിന്നുള്ള അബു ദുജാന എന്ന ബിലാൽ ദുറാനിയുമാണ് ആദ്യം പിടിയിലായത്. ഇവർക്ക് പുറമെ പഠാനിലെ സിദ്പൂരിൽ നിന്ന് ഇബ്ൻ അമ്മാർ എന്ന സക്കറിയ, മുഫ്തി സാഹിബ് എന്നറിയപ്പെടുന്ന മുഫ്തി ഫൗജാൻ ഇസ്മായിൽ, അമീൻ പാലൻപൂരി എന്ന മുഹമ്മദ് അമീൻ ഷേര എന്നിവരും നവസാരിയിൽ നിന്നും അബു ഉനീസ എന്ന മുഹമ്മദ് അബ്ദുൾ റഹ്മാനും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു. സംഘടനയ്ക്ക് വേണ്ടി ഫണ്ട് ശേഖരിക്കുന്നതിലും ഭീകരപ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നതിലും ഇവർ സജീവമായിരുന്നു. ഈ റെയ്ഡുകളിൽ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ ഏറ്റവും ഗൗരവമേറിയ വസ്തുത ഈ ഭീകര ശൃംഖലയുടെ വേരുകൾ പ്രാദേശിക മദ്രസകളിലേക്ക് നീളുന്നു എന്നതാണ്. പഠാനിലെ സിദ്പൂരിലുള്ള ജാമിയ അബുൽ ഹസൻ മദ്രസ, നവസാരിയിലെ ചിക്ലിയിലുള്ള ജാമിയ റഹ്മാനിയ ഖംബിയ മദ്രസ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു അറസ്റ്റിലായവരിൽ പലരുടെയും പ്രവർത്തനം. മതപഠന കേന്ദ്രങ്ങളുടെ മറവിൽ യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാനും രാജ്യത്തിനെതിരെ തിരിക്കാനും വലിയ തോതിലുള്ള ശ്രമങ്ങളാണ് ഈ സംഘം നടത്തി വന്നത്. പാക് ഭീകരർക്ക് സുരക്ഷിതമായിട്ടുള്ള ഒളിത്താവളം ഒരുക്കുന്നതിലും ഇവർക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇന്ത്യൻ മണ്ണിൽ വീണ്ടും ചോരപ്പുഴ ഒഴുക്കാൻ അതിർത്തിക്കപ്പുറത്ത് നിന്ന് പാകിസ്ഥാൻ നൽകുന്ന നിർദ്ദേശങ്ങൾ അതേപടി നടപ്പിലാക്കാൻ കാത്തുനിന്നവരാണ് ഇപ്പോൾ ഇരുമ്പഴിക്കുള്ളിലായ ഈ സ്ലീപ്പർ സെൽ ഭീകരർ. ഭീകരരുടെ ഈ വിശാലമായിട്ടുള്ള നെറ്റ്വർക്ക് തകർത്തത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷാ ചരിത്രത്തിലെ തന്നെ വലിയൊരു വിജയമായിട്ടാണ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. ഇവരെ നിയന്ത്രിച്ചിരുന്ന പാക് ഹാൻഡിലർമാരെ കുറിച്ചും രാജ്യത്ത് ഒളിച്ചിരിക്കുന്ന മറ്റു വലിയ ഭീകര ശൃംഖലകളെ കുറിച്ചും ATS ഇപ്പോൾ ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തി വരികയാണ്. വരും ദിവസങ്ങളിലും കൂടുതൽ വ്യാപകമായിട്ടുള്ള റെയ്ഡുകൾ തുടരുമെന്ന സൂചന തന്നെയാണ് അന്വേഷണ സംഘം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്.